വ്യൂ പോയിന്റിൽ കയറലുണ്ടല്ലേ? ഇങ്ങനത്തെ ടവറിൽ കയറിയിട്ട് വ്യൂ ആണെന്നല്ലേ? എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് പറഞ്ഞാൽ നമ്മളെ കണ്ണൂർ ജില്ലയിൽ തന്നെയുള്ള, ഞാൻ ഇതുവരെ പോകാത്ത, നമ്മളെല്ലാവർക്കും അറിയുന്ന കേരളത്തിൽ ആറളം വന്യജീവി സങ്കേതത്തിലാണ്. നമ്മൾ ഗേറ്റിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. ഈ വന്യജീവി സങ്കേതത്തിൻ്റെ ഉള്ളിലേക്ക് പോകേണ്ട പരിപാടിയാണ്. എൻ്റെ പറയുന്ന കൂടെയുള്ളത് നമ്മളെ ഷക്കീർ തന്നെയാണ്. നമ്മളെ ഗുഹാ മടയിലെല്ലാം കയറി പരിചയമുള്ള ഷക്കീർ. അന്നേരം നമ്മൾ അതാ ഫോറസ്റ്റ് അതോ മാസ്ക് എടുത്തേ, പോലീസുകാർ വരുന്നുണ്ട്. ഇപ്പോൾ കൊറോണൻ്റെ പ്രശ്നങ്ങളെല്ലാം രൂക്ഷമായതുകൊണ്ട് മാസ്ക് നിർബന്ധമാണ് കേട്ടോ. ഇവിടുന്ന് ഉള്ളിലേക്കിനി ഫോറസ്റ്റിൻ്റെ ഉള്ളിലേക്ക് പോകാനുണ്ട്. നല്ല അരുവികളെല്ലാം ഉണ്ട് സൈഡിൽ. നമ്മളെ കുറേ ചക്കന്മാരും കുട്ടികളെല്ലാം അവരെല്ലാം കുളിക്കുന്നെല്ലാം ഉണ്ട്. നമ്മളേതായാലും ഇതാ ഗേറ്റിന് വെയിറ്റ് ചെയ്യാന്ന്. ടിക്കറ്റ് എടുക്കുന്ന കൗണ്ടറിൽ പോയാൽ അവർ പറഞ്ഞ് ഗാർഡ് അല്ലേ, ഒരു ഗൈഡ് ഉള്ളിലേക്ക് കുറച്ച് ആൾക്കാരെ കൊണ്ടുപോയിട്ടുണ്ട്. അന്നേരം അവർ വന്നിട്ടാകുമ്പോൾ അവരെ കൂടെ പോകാം, അതിൻ്റെ ഉള്ളിൽ പോയി വിസിറ്റ് ചെയ്ത് വരാം. നമ്മളെ വണ്ടിയാടെയുണ്ട്. നമ്മളെ ഇക്കോ എടുത്തിട്ടാണ് വന്നിട്ടുള്ളത്. ഇക്കോ എടുത്തിട്ട് പോകാൻ പറ്റുന്ന സ്ഥലത്ത് വരെ പോയിട്ട് ഉള്ളിലെ കാഴ്ചകളെല്ലാം നമുക്കും നിങ്ങൾക്കും കണ്ടുവരാം. നമ്മളും കണ്ടിട്ടില്ല, നമ്മളാദ്യമായിട്ടാണ്. നമുക്ക് ഒരുമിച്ച് കാണാം. ഓക്കെ, എങ്ങനെ ഉണ്ട് നോക്കാലോ. ഏതെങ്കിലും മൃഗങ്ങളോ ആനയെല്ലാം വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഭാഗ്യം, നമ്മളെ ഭാഗ്യം പോലെ. അന്നേരം അടിപൊളി കാഴ്ച കാണാം. ഓക്കെ, അന്നേരം അതിൻ്റെ തൊട്ടിപ്പുറം അടിപൊളി തൂക്കുപാലമുണ്ട്. ഞാൻ ഷക്കീറും കൂടി ഒന്ന് തൂക്കുപാലത്തിൽ കയറി നോക്കട്ടെ. ഇവിടെ പാലത്തിൻ്റെ പണിയെടുക്കുന്നുണ്ട് കേട്ടാ, അടിപൊളി. കുറേ കാലമായി തോന്നുന്നു ഈ പണി തുടങ്ങിയിട്ടാ. അതിനിത് കാണുമ്പോൾ അയ്യോ എടാ, ഇതിൻ്റെ മുകളിൽ കയറണ അല്ലോ, ഭയങ്കര ആടുന്നുണ്ട്. അതെ തൂക്കുപാലത്തിലാ? കയറൂ. അയ്യോ അല്ല, നീ നടക്ക്. അയ്യോ എടാ, നീ ആട്ടല്ല, നീ ഒരുമാതിരി. എടാ ഞാനപ്പുറത്തേക്ക് വരുന്നില്ല ഇനി. ഇതെന്ത് തൂക്കുപാലാത്? ഇതിനെക്കാട്ടുന്നല്ല പുഴാടത്തിട്ട് പോയപ്പോരെ. ഇന്ന് തീരുമാനമാവും ഇതിൻ്റെ. ഇല്ല, ഇപ്പൊ ഒരാള് ഗൈഡ് ഉള്ളിലേക്ക് പോയിട്ടുണ്ട്. അവര് വന്നിട്ടാകുമ്പോ പോവാന്ന് പറഞ്ഞു. വേറൊരാൾ ടീമും കൊണ്ട് വരുന്നുണ്ട്. അവരുണ്ട്. എന്താ വന്നെ, നീ അധികം കുളിക്കല, പിടുത്തം കിട്ടത്തില്ല. ഓഹോ, നല്ല ക്ലിയറുള്ള വെള്ളമല്ലേ? എന്ത് വെള്ളം, മത്സ്യമുണ്ടാ? തൂക്കുവാലെല്ലാം ചെരിഞ്ഞിട്ട് എന്താ വന്നെ. ഓ എന്തായാലും കമ്പി ആയോണ്ട് ഒരു കമ്പി പൊട്ടിക്കഴിഞ്ഞാലും ഇല്ല, ഇവിടെ കമ്പിയാന്ന് അടിയില്. റഷീദ് പിടിക്കാണ്ട നടന്നേ അങ്ങെത്തിയ. നല്ലൊരു തൂക്കുവാല. അറബികളെ കൊണ്ടുവന്നിട്ട് ഇതിൻ്റെ ഉള്ളിലൂടെ അവരാ ഡാൻസ് കളിക്കുക. അവരെ അറബികളെ ഒരു ഡാൻസ് ഉണ്ടല്ലോ, അറബികളിൽ കണ്ടാൽ നടക്കുകയില്ല. ഇവനെ എവിടെ പോയാലുണ്ടാവും. നമ്മൾ വൈൽഡ് ലൈഫ് യാത്രയിൽ
ഏറ്റവും കൂടുതൽ നമുക്ക് എവിടെ ചെന്ന് കഴിഞ്ഞാലും നമ്മളെ വണ്ടീൻ്റെ അടുത്ത് ഈ ആൾക്കാരുണ്ടാവും. അത് നിന്റെ ഒരു സ്നേഹമാണത്. അങ്ങനെ നമ്മൾ ഗേറ്റിൻ്റെ ഉള്ളിലേക്ക് കടക്കുകയാണ്. KL 14 Q 6540. ഇതാണ് ഗേറ്റ്. ഇതാ ഇവിടെ ₹115 ചാർജ്. ചിൽഡ്രൻസ് 40. അങ്ങനെ നമ്മൾ എന്താണ് ടവർ അല്ലേ, വ്യൂ പോയിന്റ് ടവർ. ആദ്യമായിട്ടാണ് വ്യൂ പോയിന്റിൽ കയറലുണ്ടല്ലേ. ഇങ്ങനത്തെ ടവറിൽ കയറിയിട്ട് വ്യൂ കാണുന്നല്ലേ. അടിപൊളി സ്ഥലം. നല്ല ഉയരത്തിൽ നമ്മൾ വന്നല്ലോ. അപ്പുറത്തെ സൈഡ് കൊട്ടിയൂരിൻ്റെ ഏരിയ ആണല്ലേ. ആ ഇതല്ലോ. ഇതെല്ലാം കേരളത്തിന്റെ ഭാഗം തന്നെയല്ലേ. അതെ അതെ, എന്തായാലും കൊള്ളാം. ഇത് 20 വർഷമല്ലേ നിർമ്മിച്ചിട്ട്? ഞാൻ വിചാരിച്ച 2 വർഷം ആയില്ല കേട്ടാ. ഇതിൻ്റെ ഇതെല്ലാം കാണുമ്പോൾ പെയിൻ്റ് അടിച്ച് പുതുക്കിയതായിരിക്കും. അതെയാ? നമ്മളങ്ങനെ താഴെ ഇറങ്ങുന്ന നോക്കി ഈ മരത്തിൻ്റെ ഹൈറ്റ് ഉണ്ട്. ഈ ടവറിന് മുകളിൽ എന്നിട്ട് ഇങ്ങനെ വീക്ഷിക്കുമ്പോൾ നല്ല അടിപൊളിയാണ് സ്ഥലം മൊത്തം കേട്ടോ. നമ്മളെ
കണ്ണൂർ ജില്ലയിലെ ഏകദേശം സ്ഥലങ്ങളല്ല, ഒന്നാമത് മൂന്ന് നാല് ഭാഗത്തും മല തന്നെയാണ്. ഇവിടെ ഒരു മല, അത് അപ്പുറം ഒരു മല, അവിടെ ഒരു മല. നല്ല ആറളത്തുള്ള ഈ കാടിൻ്റെ മുകൾ കാഴ്ചകൾ കാണാൻ പറ്റുന്നു. ഇവിടുന്ന് ഏതായാലും താഴേക്കിറങ്ങിയാണ്. എന്തായാലും കൊള്ളാം, അടിപൊളിയാണ്. ആനകളൊന്നും കാണാൻ പറ്റിയില്ല. നമ്മൾ പിന്നെ എവിടെ പോയി കഴിഞ്ഞാലും നമ്മളെ കാണുന്നതുകൊണ്ടാന്ന് തോന്നുന്നു മൃഗങ്ങളെല്ലാം ഒളിച്ചുകൂടലാണ് സാധാരണ. അതാണെങ്കിൽ വരുമ്പം തന്നെ പ്രതീക്ഷ ഉണ്ടായിന് ഒന്നിനും കാണാൻ പറ്റൂല. കാട് കണ്ട് തിരിച്ചു പോവാം. ഇതൊരു റൂമാണ് കേട്ടോ, ഇതൊരു റൂമാണ്. അവർ ഫോറസ്റ്റ് താമസിക്കുന്ന ഒരു റൂമെന്നാണ് പറഞ്ഞത്. അവർ താമസിക്കുന്ന റൂമാണ്. ഏതായാലും അവർ താഴെത്തി, താഴേക്ക് വന്നു. നീ അതിൻ്റെ ഉള്ളിൽ അങ്ങാറ്റം പറ്റിയൊരു വല്ല ആന അങ്ങോട്ട് ഉണ്ടാകും. ബാബാ തിരിക അങ്ങോട്ട് കളിക്കാൻ പോണം. അങ്ങനെ നമ്മളെ ഇക്കോ എടുത്തിട്ട് നമ്മൾ ജീപ്പ് കയറി വരുന്ന കയറി വന്നിട്ടില്ല. ഇനിയും കുറച്ചുകൂടി അങ്ങോട്ട് പോകാനുണ്ട്. മീൻപിട്ടി വെള്ളച്ചാട്ടത്തിന് വരെ പോകാൻ പറ്റും. പക്ഷേ എങ്കിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 മണിക്ക് മുന്നേ വന്നു കഴിഞ്ഞാൽ നമുക്ക് മീൻമുട്ടി വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്ത് പോകാൻ പറ്റും. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് മുന്നേ വന്നു കഴിഞ്ഞാൽ അങ്ങോട്ട് തിരിച്ച് എത്താൻ പറ്റും. കാരണം 6 മണിയാകുമ്പോഴേക്ക് ഇവിടുന്ന് എക്സിറ്റ് അടിക്കണം ഈ ഫോറസ്റ്റിൻ്റെ ഉള്ളിൽ നിന്ന്. അന്നേരം മീൻമുട്ടി വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്തേക്ക് 16 കിലോമീറ്റർ മാറ്റം ഗേറ്റിൻ്റെ അടുത്ത് നിന്ന്. അന്നേരം നമ്മൾ കുറച്ച് ലേറ്റായി. നമ്മൾ ഇവിടം വരെ വന്നു. നമ്മൾ ഏതായാലും ടവറിൻ്റെ മുകളിൽ കയറാൻ പറ്റിയത് നമ്മളെ ഭാഗ്യമല്ല. അതിൻ്റെ മുകളിൽ കയറി നമ്മളിപ്പോൾ തിരിച്ചു പോയത്. വണ്ടി നോക്കിയാൽ അവിടെ കിടക്കുന്നു സുഖസുന്ദരമായിട്ട്. ജീപ്പ് പോകുന്ന വഴിയാണ് ഈ വണ്ടി. പിന്നെ അത്യാവശ്യം ജീപ്പ് പോകുന്ന വഴിയെല്ലാം കയറി പോകുന്നതാണ് എന്നോട് വണ്ടി പറയുന്നു. എന്നോട് വണ്ടി പറഞ്ഞത് ഞാൻ കയറി പോയിക്കോളും എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇങ്ങോട്ട് കയറി വരാമെന്ന് പറഞ്ഞു. പിന്നെ ഞാൻ പറഞ്ഞു വേണ്ട, അവിടെ നോക്കിയാൽ മതി. എനിക്ക് വേണ്ടി ഡോറൊക്കെ ഓപ്പൺ ആക്കി. ഡോർ ഓപ്പൺ ആക്കുമ്പോൾ ആ ലോക്ക് പൊട്ടിക്കുന്നതായിട്ടാണ് ഞാൻ ഓപ്പൺ ആക്കിയത്. അത്രക്ക് വേണ്ടി
കുളിക്കാൻ വരുന്ന സ്ഥലമാണ് ഇത്. നല്ല പുയർ വെള്ളം. കുളിക്കുന്ന നീ? മഴക്കാലത്ത് ഇവിടെ മറിഞ്ഞ് കവിയുന്ന പറഞ്ഞത് വെള്ളമല്ലോ. ഇതെന്നാണ് സാധനം? ഇതെന്നാ ഒരു ചൊറി പിടിച്ച പോലത്തെ മരം? ഇതിന് രോഗമാണല്ലേ? ഇലക്കൊന്ന രോഗമാണ്. ഒരു പൂവ് പോലെയുണ്ട്. ഇതിൻ്റെ ഇലക്കെല്ലാം കണ്ടൊരു ചപ്പിനുള്ളൊരു ചൊറി പിടിച്ച മാതിരി ഇതാ. ഏതായാലും നമ്മൾ ഇവിടെ നിന്ന് പോകുന്ന 5 മണിയാകുമ്പോൾക്ക് അപ്പുറത്താണ് ലൈറ്റ് ആയതാണ്. നമ്മൾ ആനകൾ വെള്ളം കുടിക്കാൻ വരുന്ന ഒരു ഏരിയ ഇത്. ആളപ്പാണ്. അങ്ങനെ നമ്മൾ പുറത്തിറങ്ങി അല്ലേ? നല്ലൊരു ട്രിപ്പായിരുന്നു. സാധാരണ നമ്മൾ പോയ കാട് പോലെ അല്ല ഇത്. അല്ല, ഒരു നല്ലൊരു വനങ്ങളും. ശരിക്കും ഇവിടെ വരേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല മഴയെല്ലാം സമയത്ത് വരണം അല്ലേ? നല്ല മഴയെല്ലാം നിന്ന സമയത്ത് വരണം. എന്നാൽ നല്ല ഒരു ഇതുണ്ടാവും. ഇപ്പം ഭയങ്കര ചൂടായോട്ട് അല്ല, എല്ലാം പക്ഷികൾ പോലും പുറത്തിറങ്ങില്ല തോന്നല്ലേ? രാത്രിയാകുമ്പോ കുറച്ചെങ്കിലും പുറത്തിറങ്ങുക. അന്നേരം അടുത്ത അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അന്നേരം നമ്മളിനി പോയിട്ട് ചായ അങ്ങനെ കുടിക്കട്ടെ. വിശക്കുന്നു, കാട്ടിനുള്ളിൽ ഒന്നും കിട്ടിയിട്ടില്ല. ഓക്കെ, ബൈ.